എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ മദ്രസ ക്ലാസ് എല്ലാവരും ഓൺലൈനിലൊക്കെ കേൾക്കാറില്ലേ? നമ്മളിപ്പോ 4ാം ക്ലാസ്സിലാണല്ലേ? 4ാം ക്ലാസ്സിലാണ് നമ്മള് പഠിക്കുന്നത് അല്ലേ? 4ാം ക്ലാസ്സില് ഫിഖ് എന്ന് പറഞ്ഞ വിഷയം നമുക്കില്ലേ? എന്തിനാ നമ്മൾ ഫിഖ് പഠിക്കുന്നത്? നിസ്കരിക്കാന്, നോമ്പ് അനുഷ്ഠിക്കാന്, വലിയ കുട്ടികളാകുമ്പോൾ വലിയ പൈസ തുറക്കുമ്പോൾ ഹജ്ജ് ചെയ്യാനില്ലേ? ഇതിനാണ് നമ്മൾ നിത്യമായി ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു നമ്മളെ പഠിച്ചത് അല്ലേ? അപ്പൊ അള്ളാഹ് ഇബാദത്ത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിസ്കരിച്ചാൽ കുറിച്ച് പഠിക്കണ്ടേ അല്ലേ? നിസ്കരിക്കണം നമ്മളറിയില്ലേ? എത്ര വക്ത നിസ്കാരമുണ്ട്? നിങ്ങൾ ഏതൊക്കെ സമയത്താണ് നിങ്ങളുടെ നാട്ടിലെ പള്ളിക്കെന്ന് ബാങ്ക് കേൾക്കല്? കേൾക്കല് ചെറിയൊരു 4 ഒന്നോ കേൾക്കുന്നുണ്ടാവില്ല, മണി ഉറങ്ങിയേക്കാറ്. 5 വക്ത നിസ്കാരമുണ്ട്. അതെ, 5 വക്ത നിസ്കാരം. എന്നാ അതിന്റെ പേരൊക്കെ അറിയാം. 5 വക്ത നിസ്കാരങ്ങളുണ്ട് അല്ലെ? അതിന്റെ പേര് ഒന്നിന്റെ പേരാണ്, ഒരു നിസ്കാരത്തിന്റെ പേരാണ് നിങ്ങൾ പഠിച്ചിരുന്ന 2ാം ക്ലാസ്സിന്റെ ളുഹർ അല്ലേ? പിന്നെ അങ്ങനെ തന്നെ അസർ അല്ലേ? അസർ. അതുപോലെ 3ാമത്തത് മഗ്രിബ്. 4ാമത്തത് ഇശാ അല്ലേ? ഇശാ. 5ാമത്തേത് സുബ്ഹ് അല്ലേ? സുബഹി. ഇങ്ങനെ 5 വക്ത നിസ്കാരമാണുള്ളത്. എനിക്ക് നിസ്കാരം കിട്ടിയ കഥ നിങ്ങൾക്ക് അറിയോ? ഇത് എങ്ങനെ കിട്ടിയ സമ്മാനം നിങ്ങൾക്ക് അറിയോ? ചുരുക്കി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. കുറേ പറയാനുണ്ട്, ചുരുക്കി പറയാനുണ്ട്. എന്തെങ്കിലും സമയം ചുരുക്കി പറയാം അല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ 7 ആകാശം ഇങ്ങനെ കടന്ന് ബുറാഖി എന്ന് പറഞ്ഞൊരു അത്ഭുതമായൊരു വാഹനം, അതിന്റെ മുകളിൽ ഇരുന്ന് നബിനെ കൊണ്ടുപോയി 7 ആകാശം കടന്നു. ഓരോ ആകാശത്തും ഓരോ കവാടത്തും ചെല്ലുമ്പോൾ വാതിൽ മുട്ടും തുറന്നു കൊടുക്കും. അങ്ങനെ പോയി 7 ആകാശം കടന്നു പോയി. അങ്ങനെ അള്ളാഹുവിനെ കണ്ട് അള്ളാഹിനെ കണ്ട് സംസാരിച്ചു അല്ലേ? ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. തിരിച്ചു പോന്നപ്പോ ഒരു സമ്മാനം കൊടുത്തു. എന്താ സമ്മാനം കൊടുത്തറിയോ? 50 വക്ത നിസ്കാര സമ്മാനം കൊടുത്തിട്ടത്. 50 നമുക്ക് 50 നിസ്കരിച്ചാൽ പറ്റും. 50 നബി കിട്ടിയ പാടെ 50 പോകുന്നു. ബൈക്ക് വെച്ച് മൂസാ നബി ചോദിച്ചു, അല്ല നബിയെ എത്ര വക്ത നിസ്കാരമാണ്? മൂസാ നബി സംസാരിച്ചപ്പോൾ മൂസാ നബിയോട് പറഞ്ഞു 50 വക്ത നിസ്കാരം. മൂസാ നബി പറഞ്ഞു, നബി 50 വക്ത നിങ്ങളെ സമുദായം നിസ്കരിച്ചില്ല, ചുരുക്കി തരാൻ പറയുന്നു. അങ്ങനെ ചുരുക്കി 45 വന്നു. പിന്നെയും ചുരുക്കാൻ പറഞ്ഞു. ചുരുക്കി അങ്ങനെ പോയി ചുരുക്കി 5 വക്ത കിട്ടി. 5 വക്തയിട്ട് പോന്നപ്പോ വീണ്ടും മൂസാ നബി ചോദിച്ചു, നബി എത്തിരി കഴിച്ചു 5 ആയിരിക്കണം. അന്ന് മൂസാ നബി പറഞ്ഞു 5 വക്ത നിങ്ങളെ സമുദായം നിസ്കരിച്ചില്ല. നമ്മളെ പറ്റിയ പറഞ്ഞപ്പോ നേരത്തെ ഞാൻ നിസ്കാരം ചോദിച്ചില്ലേ? അപ്പൊ ചില കുട്ടികളൊക്കെ പറയുന്നത് 4 വക്തുള്ളൂ, 5ാമത്തോട്ട് ഇരിക്കേണ്ടവരോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങളെ കുറിച്ചാ പറഞ്ഞത് 5 വക്ത് നമ്മൾ നിസ്കരിച്ചില്ല. നമ്മൾ നിസ്കരിച്ചാണല്ലോ. നിസ്കാരത്തിനെ കുറിച്ച് പഠിച്ചാൽ നമ്മൾ നിസ്കരിക്കണം. നിസ്കാരം നിർബന്ധമാണ്. നമുക്ക് നിർബന്ധം മുടക്കാൻ പാടില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ നിസ്കാരത്തിനെ കുറിച്ചാണ് നമ്മളൊന്ന് പഠിക്കണം അല്ലേ? നമ്മുടെ പാഠത്തിന്റെ പേരെന്താ? അസ്സലാത്തു അല്ലേ? എന്താ അസ്സലാത്തു പറഞ്ഞാല്? അർത്ഥം നിസ്കാരം. ഇംഗ്ലീഷ് പ്രാർത്ഥന ഒക്കെ പറയും. ഈ ളുഹർ എത്ര വക്ത നിസ്കാരം എന്നൊക്കെ അറിയാം? ളുഹർ 4ആണ്, അസ്റും 4ആണ്, പിന്നെ മഗ്രിബ് 3ആണ്, ഇശാ അതും 4, സുബഹി 2 റക്അത്ത്. ഇതിനൊക്കെ ഒത്തിരി പാട്ടുകൾ ഓർമ്മയുണ്ടോ അല്ലേ? നിസ്കാരം 5, ളുഹർ 4, മേശക്ക് കാല് 4ആണ് അല്ലേ? ളുഹർ നിസ്കാരം 4
സുബഹിന്റെ കാലി 4ആണ്. അവിടെ അസ്ർ നിസ്കാരം 4ആണ്. പിന്നെ ഓട്ടോസിന്റെ ടയർ 3ആണ്. അപ്പൊ മഗ്‌രിബ് നിസ്കാരം 3ആണ്. പിന്നെ ഇശാ നിസ്കാരം 4ആണ്. നമ്മുടെ ലോറിക്ക് ടയർ 4ആണ്. ഇശാ നിസ്കാരം 4ആണ്. സുബഹി 2ആണ്. കണ്ണൊക്കെ തങ്ങൾക്ക് 2ആണല്ലേ? 2. അപ്പൊ ഇങ്ങനെ നിസ്കാരം 5 വക്തുണ്ട്. 5 വക്തില് ഓരോ റക്അത്തിന്റെ എണ്ണം മനസ്സിലായോ? ഇനി നമ്മൾ പറഞ്ഞു വന്നത് ഈ നിസ്കാരം നിർബന്ധമാകാൻ 4 ഷർത്തുണ്ട്. ഒരാൾക്ക് നിസ്കരിക്കണമെങ്കിൽ 4 നിബന്ധനകളുണ്ട്. ഓരോന്നിനോരോ ഷർത്തുകളുണ്ടാവും അല്ലെ? ഇപ്പൊ സ്കൂളിലൊക്കെ ചേർക്കണമെങ്കിൽ പ്രസവിച്ചതിന്റെ മണി ചേർക്കില്ലല്ലോ. അതൊക്കെ ഒരു പ്രായം പരിധിയൊക്കെ ഉണ്ടല്ലോ അല്ലെ? അതിനൊക്കെ ആ പ്രായത്തിൽ സ്കൂളിലൊക്കെ ചേർക്കുള്ളൂ അല്ലെ? അങ്ങനെ തന്നെ. അപ്പൊ നിസ്കാരം നിർബന്ധമാകാൻ 4 ഷർത്തുണ്ട്. ഒന്നെന്താ അറിയാ? മുസ്ലിം ആവണം. എന്താവണം? മുസ്ലിം ആവുക. മുസ്ലിം ആവണം അല്ലേ? മുസ്ലിം ആകണം. രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രായപൂർത്തിയാകുക. എന്താ പ്രായപൂർത്തിയാകാറ്? ഒരു പക്വതൊക്കെ എത്തുക പറയും. എന്ന് നമ്മൾ ടൗസർമ നടക്കൂലല്ലോ. അതിനൊക്കെ ഒരു പരിധി പ്രായത്തില്ലേ? ആ പ്രായം അതിനൊക്കെ അതും പ്രായപൂർത്തിയാവുക. നല്ല ബുദ്ധി ഉണ്ടാവുക. ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ബുദ്ധി ഉണ്ടാവുക. പൊട്ടന്മാരെ പറ്റും. ഒരാൾ പൊട്ടനാണ്, ഒരു നിസ്കാരം നിർബന്ധമല്ല. ബുദ്ധിയില്ലാത്തവർക്ക് പറ്റില്ല. പിന്നെ 4ാമത്തെ കാര്യം ഹൈദ്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക. അത് 2 ഇൻഷാ അല്ലാഹ് നിങ്ങള് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ മനസ്സിലാവും, പഠിക്കും കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കാം. അപ്പൊ നിസ്കാരത്തിനകത്ത് നിർബന്ധമാക്കാൻ 4 നിബന്ധനകൾ. ഒന്നെന്താണ്? മുസ്ലിം ആവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധി ഉണ്ടാവുക, ഹൈദ്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക. ഇത് 4 ആലോചനകള്. ഇത് 4 കാര്യം ഞാൻ പറഞ്ഞത്. ഈ 4 കാര്യം ഒരാൾക്ക് ഉണ്ടായ 4 കാര്യം നമ്മൾ ശരിയല്ലേ? ഇനിയിപ്പോ നമുക്ക് ചോദിക്കാനോ, നമ്മൾ കുട്ടികളല്ലേ, കുട്ടികൾക്ക് എന്ത് മുതലാണ് നിസ്കരിക്കേണ്ടത്? ഇപ്പൊ നമ്മൾ മദ്രസ ചേർക്കണം, സ്കൂളിൽ ചേർക്കണം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഒരു പ്രായത്തോടല്ലേ അവർക്ക് ചേർക്കുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് എപ്പോഴും മുതലാണ് നിസ്കാരം നിർബന്ധമാകാം? കുട്ടികൾക്ക് 7 വയസ്സായാൽ, എത്ര വയസ്സ്? 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. കുട്ടിക്ക് 7 വയസ്സായാൽ നിസ്കരിച്ചടാന്ന് പറയണം. 7 വയസ്സായി. പിന്നെ 10 വയസ്സായാലുണ്ടല്ലോ, 10 വയസ്സായാൽ അത് ചെയ്യാത്തതിന്റെ പേരിൽ അടിക്കണം. രക്ഷിതാക്കൾക്ക് വാജിബാണ്. ആർക്കാ വാജിബ്? രക്ഷിതാക്കൾക്ക്. അപ്പൊ 7 വയസ്സായ നിസ്കാരം കൊണ്ട് അവനോട് കൽപ്പിക്കണം. 7 വയസ്സ് ആയാ പറയണം, ബാങ്ക് കൊടുത്തു പള്ളിക്ക് പോയി നിസ്കരിച്ചെന്നൊക്കെ പറയണം. 10 വയസ്സായി, 10 വയസ്സായി അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് വേണം? നിസ്കരിക്കാത്തതിന്റെ പേരിൽ രക്ഷിതാക്കൾക്ക് എന്താണ്? അടിക്കൽ വാജിബാണ്. മനസ്സിലായോ? പിന്നെ ഹൈദ്, നിഫാസോ ഉള്ള അവസരം എന്താണെന്നോട് ചോദിക്കുന്നത്. അത് പിന്നെ ആൺകുട്ടികൾക്കാണ് താടി മീശയൊക്കെ കൊടുത്തിട്ടുള്ളത് ആണുങ്ങൾക്ക് അല്ലെ? എന്നാ പെണ്ണുങ്ങൾക്ക് അള്ളാഹുത്താല കൊടുത്തതാണെന്ന് ഹൈദ്, നിഫാസ് എന്നുള്ളത് കേട്ടോ. അത്ര മനസ്സിലാക്കുക. ബാക്കിയൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് വലിയ കുട്ടികളാകുമ്പോൾ നമുക്ക് പഠിച്ചോളാം. അങ്ങനെ വലിയ പുസ്തകത്തിൽ വരാനുണ്ട് കേട്ടോ. ഹൈദ്, നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കലും ആ സമയത്ത് നിസ്കാരം തലാഖ് വീട്ടലും ഹറാമാണ്. ഒരു പെൺകുട്ടിക്ക് പിന്നെ നിസ്കാരത്തിൽ പറയപ്പെട്ട വയസ്സിലൊക്കെ നിസ്കരിക്കാൻ നിർബന്ധം. മനസ്സിലായി? 7 മുതൽ 10. ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ പ്രായത്തിന്റെ ഇപ്പോഴാകട്ടെ അവളെന്തെയ്തു? ഓക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല. ഓക്ക് ഹൈദ് ഉണ്ടായി. അവള് പിന്നെ നിസ്കാരം എന്താണ്
ഇനി അത് ഹൈദ എന്നാ മാറുന്നത് അന്ന് നിസ്കരിച്ചാൽ മതി. പിന്നെ അതുവരെ നിസ്കാരം ഒന്നും എന്താണ് നഷ്ടപ്പെട്ടതൊന്നും കവർ കിട്ടണോ? കിട്ടണ്ട കേട്ടോ. അപ്പോ ഹൈദ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കലും ആ സമയത്ത് നിസ്കാരം ഖദാ വീട്ടലും ഹറാമാകുന്നു, ഹറാമാണ്. എന്നാൽ ലഹരി വസ്തു ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് ഖദാ വീട്ടൽ വാജിബാണ്. എന്താ പറഞ്ഞത്? ഒരാൾക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയിലാണ് എന്ത് ചെയ്തു? മൂപ്പർക്ക് കുറച്ച് ലഹരിയായ സാധനം വല്ലതും കിട്ടി. ലഹരി എന്ന് പറഞ്ഞപ്പോ കള്ള് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനം പലതും കേട്ടോ, പലതും മൂപ്പരെ ബുദ്ധി മാറി. അങ്ങനെ മൂപ്പർക്ക് ബാങ്ക് കൊടുത്തത് ഒന്നല്ല, ഒന്നൊരു ഒന്നല്ല. അങ്ങനെ മൂപ്പര് അതെല്ലാം നടന്നു. അങ്ങനെ എന്തെങ്കിലും മൂപ്പര് നിസ്കരിച്ചില്ല. കുറെ കഴിഞ്ഞപ്പോ മൂപ്പര് ബുദ്ധിയൊക്കെ ശരിയായി ക്ലിയറായി നോർമലായി. അങ്ങനെയാണെങ്കിലേ അയാൾക്ക് ദൂറിന്റെ സമയത്തായി പ്രശ്നം വന്നത്. അപ്പൊ ദൂർ നഷ്ടപ്പെട്ടേക്കണേ അല്ലേ? അപ്പൊ ആ ദൂറിനെ എന്ത് ചെയ്യണം? പിന്നെ ബുദ്ധിയൊക്കെ ശരിയായിട്ട് വന്നതിന് ശേഷം ഖദാ വീട്ടണം. മനസ്സിലായോ? ഖദാ വീട്ടല് വാജിബാണ്. നേരത്തെ പറഞ്ഞത് ഹൈദ നിഫാസുള്ള അവസരം സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല. ആ നിസ്കാരം പിന്നീട് ഒരു ഖദാ വീട്ടാൻ പാടില്ല. അത് ഹറാമാണ്. അതിന്റെ അവസ്ഥ കേട്ടോ. ഇനി പറയുന്നത് അപ്പൊ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഒന്നെന്താണ്? 15 വയസ്സ് പൂർത്തിയാവുക. ഒരാൾക്ക് 15 വയസ്സ് ആയാല് എന്തായി? പ്രായപൂർത്തിയായി. 2 മനിയ പുറപ്പെടുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാം. നമ്മൾ ഇനി വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ വലിയ ക്ലാസ് നമുക്ക് പഠിക്കാം. അല്ലാഹു തആല അതിന്റെ തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ മൂന്നാമത്തെ കാര്യം ഹൈദ് ഉണ്ടാവുക. എന്താ പറഞ്ഞത്? ഹൈദ് ഉണ്ടാവുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതെ കേട്ടോ. സമയമായാൽ ഉടനെ നിസ്കരിക്കുകയാണ് വേണ്ടത്. സമയമായാൽ ഉടനെ നിസ്കരിക്കണം. നേരത്തെ പറഞ്ഞു ഓരോ സമയമാകുമ്പോൾ നിസ്കാരം, അസറിന്റെ സമയമാകുമ്പോൾ നിസ്കാരം. നിങ്ങൾക്ക് ഒരാൾക്ക് ചോദിക്കാണ്ടാവും, ഉസ്താദേ ഈ 5 പാട് ഒറ്റ അടിക്കടിച്ച് പറ്റൂലേ? അത് പറ്റൂല. എന്നാ ഞാൻ അവരോട് ചോദിച്ചേ, രാവിലെ അനക്ക് നീച്ചേക്കെ എൻ്റെ അമ്മ ചായ കുറച്ച് കഴിഞ്ഞ് ഉച്ചക്ക് ചോറും തന്നു. നനക്കൊരു കാര്യം ചെയ്യണം, ഒരു ദിവസം ഒക്കെപ്പാടൊപ്പം അങ്ങോട്ട് നിന്നൂടെ? അങ്ങനെ തിന്നൊന്നുമില്ല. എനിക്ക് ഓരോ സമയം ഉണ്ടല്ലോ. ഇന്ന് ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യാം? നിസ്കരിക്കണം. അപ്പൊ സമയമായാൽ ഉടനെ നിസ്കരിക്കുകയാണ് വേണ്ടത്. ഉറക്കം, മറവി അറിയില്ലേ? എല്ലാവർക്കും അറിയാൻ സാധ്യതയില്ല. എല്ലാവർക്കും ഉണ്ടത്. എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയം വിട്ട് പിന്തിക്കാവുന്നതല്ല. അപ്പൊ ഈ കാരണങ്ങൾ നിസ്കാരത്തിൽ ഞാൻ പിന്തിക്കാവുന്നത് അല്ല. ഖദാ ആയാൽ ഉടനെ ഖദാ വീട്ടണം. അപ്പൊ നഷ്ടപ്പെട്ടു പോയാൽ ഇപ്പൊ ഒരാൾ ലോകർക്ക് കാണുന്നുറങ്ങി മൂപ്പർ ലോകന്റെ സമയം പറഞ്ഞില്ല, അതിന് മൂപ്പര് മാറും. അസറിനാണ് മൂപ്പർ നിസ്കരിച്ചത്. അപ്പൊ മൂപ്പര് അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ലോഹറ് ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? ലോഹർ ഖദാ വീട്ടാ. കുറഞ്ഞ കാരണം പറ്റുമോ? മറവി പറ്റും കേട്ടോ. വേറുള്ള കാരണങ്ങളൊന്നും പറ്റൂല കേട്ടോ. വേറുള്ള കാരണങ്ങളൊന്നും പറ്റൂല. ഇനി അടുത്തത് നിസ്കാരം ദീനിന്റെ തൂണാണെന്നും അത് ഒഴിവാക്കിയാൽ ദീനിനെ പൊളിച്ചവരാണെന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിസ്കാരം എന്ന് പറഞ്ഞാല് ആ ദീനിന്റെ തൂണാണ്. ഈ കാണുന്ന ബിൽഡിങ്ങിന് ഒരു തൂണുണ്ടാവും അല്ലേ? നമ്മൾ